ഞാൻ നിങ്ങളെ മോശം വീഡിയോസ് ചെയ്യാനായിട്ട് പഠിപ്പിക്കട്ടെ. അതായത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാനായിട്ട് എല്ലാവരും ധൃതി കൂടി ഓടുന്ന സമയത്ത് ഏറ്റവും അമച്വേർഡ് ആയിട്ടുള്ള, അധികം ഭംഗിയില്ലാത്ത, എന്നാൽ വളരെയധികം വളരെ ബിഗിനർ ആയിട്ടുള്ള ഒരു സാധാരണ ഫോണിൽ എടുക്കുന്ന വീഡിയോസ് ആരും കണ്ടാൽ അപ്രിഷിയേറ്റ് ചെയ്യാത്ത മോശം വീഡിയോ എടുക്കാനായിട്ട് സഹായിക്കട്ടെ. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ മോശം വീഡിയോസ് ചെയ്യുക തന്നെ വേണം. അതായത് നമ്മൾ ആദ്യമായിട്ട് എടുത്തു നോക്കുന്ന വീഡിയോസ് ഏറ്റവും വലുതായിരിക്കില്ല, നമ്മുടെ ലൈറ്റ് കറക്റ്റ് ആയിരിക്കില്ല, സൗണ്ട് കറക്റ്റഡ് ആയിരിക്കില്ല, ഒത്തിരി മിസ്റ്റേക്സ് ഉണ്ട്. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ നിരന്തരം ചെയ്താൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോയിൽ കിട്ടുള്ളൂ. പലർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ളതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നമ്മുടെ കാലം കഴിഞ്ഞു പോവുകയാണ്. നമ്മുടെ കൂടെയുള്ള കോമ്പറ്റീറ്റേഴ്സ് നന്നായിട്ട് സെല്ല് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മളിപ്പോഴും പെർഫെക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ഒരു പ്രശ്നമാണ്. നമ്മളത് തുടങ്ങുക. ഏറ്റവും നമ്മളായിരിക്കുന്ന സിറ്റുവേഷനിൽ ശരിക്കും നമ്മുടെ ഈ ലോകം ആവശ്യമുള്ളത് നമ്മുടെ വർണബിലിറ്റീസും കൂടിയാണ്. നമ്മൾ റിയൽ ആയിരിക്കുക. നമുക്ക് വരുന്ന വാക്കുകളിൽ വരുന്ന തെറ്റ്, എവിടെയെങ്കിലൊക്കെ മിസ്സിങ് വരണമെങ്കിൽ വരട്ടെന്നേ, ആരെ പേടിക്കാനാ. തുടങ്ങുക. നിങ്ങൾ പെർഫെക്ഷനായിട്ട് വെയിറ്റ് ചെയ്യരുത്, അതൊരു വലിയ പ്രശ്നമാണ്. സോ എന്തായാലും ഒരു വീഡിയോ നിങ്ങളുടെ മൊബൈലിൽ റെക്കോർഡ് ചെയ്യുക, ഒന്ന് കണ്ടു നോക്കുക. മോശമാണെങ്കിൽ അങ്ങ് ഡിലീറ്റ് ചെയ്യുക, വീണ്ടും റെക്കോർഡ് ചെയ്യുക. പക്ഷെ ആ റെക്കോർഡ് ചെയ്യാൻ പോലും എന്തിനാ മടിക്കുന്നേ? ആരാ ഈ മൊബൈലൊന്നും നിങ്ങളെ പിടിച്ച് കൊല്ലത്തില്ല. വീഡിയോ ചെയ്യൂ. അതിലൂടെ നിങ്ങളുടെ ബിസിനസ് ഒത്തിരി മുന്നോട്ട് പോകും.